ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മൂവി കാണാൻ പോവാം. അതും നമ്മുടെ വാഴ 2 ആണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് മൂവി കാണാൻ പോകുന്നത് തന്നെയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് തന്നെ ഒരു മൂവി കാണാൻ പോകുന്നത്. അപ്പോൾ എനിക്കതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, അന്ന് ചെറിയൊരു ടെൻഷനും ഉണ്ട്. ഇങ്ങനിപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ചിലർക്കൊക്കെ ഇങ്ങനെ തന്നെ പോകാൻ ഭയങ്കര മടിയായിട്ട് ആ സിനിമ തന്നെ കാണാതിരിക്കുന്നവരുണ്ട്. പക്ഷെ എനിക്കെന്തോ ഈ മൂവി എനിക്ക് കാണണം എന്നെനിക്ക് തോന്നിയിട്ട് ഞാൻ തന്നെയാണെങ്കിലും ഞാൻ പോകും. അതൊരു എക്സ്പീരിയൻസ് അല്ലേ എന്നോർത്തിട്ട് ഞാൻ പോവാണ്. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഊബർ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു PVRലോട്ട്. ഞാൻ PVR ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയിലുള്ള കുർളയിലുള്ള ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയിലാണ് പോയത്. മൂവി എനിക്ക് ഒന്നും പറയാനില്ല, അടിപൊളി മൂവിയായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് മോളിലൊക്കെ ഒന്ന് കറങ്ങി. പിന്നെ എനിക്ക് നല്ല ഹാപ്പിനെസ് തോന്നി. കാരണം ഞാൻ തന്നെ ഒരു കാര്യം എന്തോ എനിക്ക് എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വന്ന് ഞാൻ തന്നെ ചെയ്തപ്പോൾ എനിക്ക് അത് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഇനി ഞാൻ തിരിച്ചു വരുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുന്നത്. ആകെ കരഞ്ഞ് കലങ്ങിയ കണ്ണും. അങ്ങനെ സക്സസ്ഫുള്ളി തന്നെ തിയേറ്ററിൽ പോയി തന്നെ ഒരു മൂവി തിരിച്ചു. കാരണം ഇത്ര എക്സൈറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ചെയ്യില്ലാന്ന് വെച്ചിരുന്ന ഒരു കാര്യമാണ്. എനിക്ക് പേടിയുള്ള ഒരു കാര്യമാണ്, എന്റെ കംഫർട്ട് സോണിൽ പുറത്തുള്ള കാര്യമാണ്. പക്ഷെ ചില സമയത്ത് നമുക്കത് ചെയ്യേണ്ടി വരും. ചില സിറ്റുവേഷൻസിൽ നമുക്കത് വേറെ വഴിയില്ലാത്തത് ചെയ്തു. പക്ഷെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അത് ഭയങ്കരമല്ലേ. നിങ്ങൾക്കും ഇങ്ങനെ തന്നെ ചെയ്യാൻ അല്ലെങ്കിൽ കംഫർട്ട് സോണിന് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം. ഈ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വാഴ 2 ആണ് കേൾക്കേണ്ടത്. എനിക്ക് ആ മൂവിനെ പറ്റി ഒന്നും പറയും, കാരണം നിങ്ങൾ പറഞ്ഞാൽ അത് കുറവായിരിക്കും. സോ അതുകൊണ്ടാണ് എനിക്കൊന്നും പറയാനായി. കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ആൺപിള്ളേർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ലൈഫിൽ ഏതെങ്കിലും ഒരു ഫീൽഡില് നിങ്ങൾക്ക് ആ സിനിമ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സീക്വൻസെങ്കിലും അതിന്റെ 100% ഉറപ്പാണ്. ഒരു സീക്വൻസെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫസ്റ്റ് ഹാഫ് നമ്മളെ ചിരിപ്പിച്ച് കരയിപ്പിക്കും, സെക്കൻഡ് ഹാഫ് നമ്മളെ വിഷമിപ്പിച്ച് കരയിക്കും. ഞാൻ സെക്കൻഡ് ഹാഫിൽ ഇരുന്നിട്ട് ഇത് ഏഴ് പഠിച്ച് കരയാണ്. അപ്പൊ എനിക്ക് അറിയാനും പറ്റുന്ന ഒരു തിയേറ്ററിലായതുകൊണ്ട് ഒരു ദിവസത്തെ ബാക്കി വീട്ടിലാണ് ഇറങ്ങുമ്പോൾ എനിക്ക് ആ ഒരു ഫീല്, അതായത് നമ്മൾ വർഷങ്ങളായിട്ട് ബിൽഡ് ചെയ്ത ഇമോഷൻസ്, അല്ലെങ്കിൽ നമ്മൾ കടന്നുപോയ സാഹചര്യം, അല്ലെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നവർ കടന്നുപോയ സാഹചര്യം നമ്മുടെ മുന്നിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് കാണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇമോഷന്റെ ആ ഒരു ബേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നു. ആ ഒരു ഫീല് വലിയൊരു റിലീഫാണ് നമുക്ക് മുഴുവൻ വരുന്നത്. ഇതിലെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അഭിനയിച്ച ആൾക്കാരാണെങ്കിലും എല്ലാവരും ആ സിനിമയുടെ 100% രീതി പുലർത്തിയപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. ഞാൻ പറയാം, എനിക്ക് ഇത്രയും നല്ലൊരു മൂവി അടുത്തവരെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അടുത്തവരൊക്കെ ഉണ്ടായിരുന്നു, നല്ലതായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ നമ്മുടെ ലൈഫിൽ ഇത്രയും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ആ ഒരു സിനിമ, അത് നമ്മുടെ സ്റ്റോറി അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരാളുടെ സ്റ്റോറി എടുത്തു വെച്ചിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. എല്ലാവരും എനിക്ക് തോന്നുന്നത് എല്ലാവരും പോയി മസ്റ്റ് വാച്ച് ആണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, എൻജോയ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പോകാൻ മടിച്ചിരിക്കുന്നവരാണ് എന്തെങ്കിലും ടിക്കറ്റ് എടുത്താൽ തന്നെ പോകുന്നത് അതൊരു ഫീൽ തന്നെയാണ്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത്. താങ്ക് യു, ബൈ ബൈ.